നമസ്കാരം. നമ്മൾ ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ ആൻസർ കീയാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, 2022 ജനുവരി 1 3 സംസ്ഥാനങ്ങൾ അവയുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്ന് അല്ലാത്തത്? 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സ്ഥാപക ദിനം ആചരിച്ചിട്ടുണ്ടായിരുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ഇതിൽ മൂന്നിൽ ഒന്ന് അല്ലാത്തത്? ഏതാ ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ സി നാഗാലാൻഡ് ആണ് കേട്ടോ. നാഗാലാൻഡ്. ഓപ്ഷൻ സി നാഗാലാൻഡ്. രണ്ടാമത്തെ ചോദ്യം, വ്യാവസായികവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായിട്ട് 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്. അല്ലെ, അന്നത്തെ INC പ്രസിഡന്റ് ആയിരുന്ന സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇത് 1938 ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് മുഖ്യ പങ്ക് വഹിച്ചത്. മൂന്നാമത്തെ ചോദ്യം, 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായിട്ട് പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് എന്ത് പേരിലായിരുന്നു? ഹരിജൻ യാത്രയാണ്. അല്ലേ, ഗാന്ധിജി 1934 കേരളത്തിൽ വന്നത് എന്തിനായിരുന്നു? ഹരിജൻ ഫണ്ട് സമാഹരണാർത്ഥം. അല്ലെ, അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ തന്നെ എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ കിട്ടും. ഈ നാലാമത്തെ ചോദ്യം, അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാ? പുരാണ കിലയാണ്. അഞ്ചാമത്തെ ചോദ്യം, വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. ആറാമത്തെ ചോദ്യം, കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാ? എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അയ്യങ്കാളി. അല്ലെ, അയ്യങ്കാളിയായിരുന്നു കൊല്ലം പെരിനാട് ലാളിയാൻ്റെയൊക്കെ നേതൃത്വം നൽകിയത്. ഏഴാമത്തെ ചോദ്യം, കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതായിരുന്നു? കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതായിരുന്നു? 1991. 8, രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? എവിടെയായിരുന്നു? ഓപ്ഷൻ ഡി ന്യൂറംബർഗ് ആണ്. 9, 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രമായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും എന്താണ്? ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആരായിരുന്നു? ജീൻ ജാക്കസ് റൂസോ ആയിരുന്നു. ഓപ്ഷൻ എ ജീൻ ജാക്കസ് റൂസോയാണ്. 10, താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ഏതാ? ഓപ്ഷൻ ഡി പോർച്ചുഗീസ് ആണ്. നമ്മൾ UN ഭാഷകൾ ഓർക്കാൻ വേണ്ടി ചെറിയൊരു കോഡ് ഉപയോഗിക്കാറുണ്ടായിരുന്നു. എന്തായിരുന്നു? ഫ്രസ്ക എന്ന് പറയുന്നൊരു കോഡ് ഉപയോഗിക്കാറില്ലേ? FRESCA. ഫ്രസ്ക. ഇതാണ് എന്ത്? UN ഭാഷകൾ. ഏതൊക്കെയാ? ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. അല്ലെ, ഈ 6 ഭാഷകളാണല്ലേ. 6 ഭാഷകളാണ് ഏത് UN ഭാഷകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? ഫ്രസ്ക എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. F ഫോർ ഫ്രഞ്ച്, റഷ്യ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അതുപോലെ അറബിക്. ഇനി 11ാമത്തെ ചോദ്യം, ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? എവിടെ വരെയായിരുന്നു? കോഴിക്കോട് വരെയാണ് നീട്ടിയത്. ഇനി 12ാമത്തെ ചോദ്യം, താഴെ ഇത് ക്യാൻസൽ ആകാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, കാരണം ക്വസ്റ്റ്യൻ ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട്. ഇനി 13ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ജോഡികൾ ഏതാണ് തെറ്റായിട്ട് പൊരുത്തപ്പെട്ടത്? ഏതാ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 14, സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? പോളികോണിക് ആണ്. ഓപ്ഷൻ സി പോളികോണിക്. 15, 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് രാജ്യത്താണ്? ഏത് ഏഷ്യൻ രാജ്യത്താണ്? ഓപ്ഷൻ ഡി ജപ്പാനിലാണ്. 16, ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഏതൊക്കെയാ ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി 1 ഉം 3 ആണ്. ഓപ്ഷൻ ബി 1 ഉം 3. ഏതൊക്കെയാ? മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും അതേപോലെ നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോയുമാണ് ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. 17, ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഒരു സങ്കോചപരമായ ധനനയത്തിൽ
സർക്കാർ എന്താണ് ചെയ്യുന്നത്? കുറഞ്ഞ സർക്കാർ ചെലവും അതുപോലെ ഉയർന്ന നികുതികളുമാണ് കേട്ടോ. കുറഞ്ഞ സർക്കാർ ചെലവുകളും അതുപോലെ ഉയർന്ന നികുതികളുമാണ്. 18 ഫാക്ടർ ചെലവിൽ GDP എന്തിന് തുല്യമാണ്? ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. ഏതിനാ? ഓപ്ഷൻ എ ആണ് കേട്ടോ. വിപണി വിലയിൽ GDP മൈനസ് അറ്റപരോക്ഷ നികുതികളാണ്. 19 സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയെ നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സരി പദ്ധതി കാലത്താണ്? ഏതാ? 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 20ാമത്തെ ചോദ്യം, എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായിട്ട് താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇ-ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ഓപ്ഷൻ ഡി ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയം. 21 താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിന്റെ പ്രവർത്തനം അല്ലാത്തത്? ഏതാ സിവിൽ സർവീസിന്റെ പ്രവർത്തനം അല്ലാത്തത്? ഓപ്ഷൻ സി ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക. ഓപ്ഷൻ സി ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക എന്നതല്ല. 22 വിഷൻ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാ? 1ഉം 2ഉമാണ്. ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം എന്നുള്ളതാണ് ആൻസർ. 3 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. 1ഉം 2ഉം മാത്രമാണ്. 24 COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആത്മനിർഭർ ഭാരത് റോജ്ഗാർ യോജനയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 25 ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60 നിന്ന് 50 കുറച്ച സംസ്ഥാനം ഏതാ? ഓപ്ഷൻ എ ജാർഖണ്ഡ് ആണ്. ഇനി 26ാമത്തെ ചോദ്യം, ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1 ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. 2 നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. 3 മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന പരിഗണിക്കുമ്പോൾ 2 മാത്രമാണ്. ഓപ്ഷൻ ബി 2 മാത്രമേ വരുള്ളൂ. 27 ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എന്നാൽ അത് താഴെ പറയുന്ന ഏതിന് വിധേയമാണെന്ന് വെച്ചാൽ ഏതാ ഇതിന് ആൻസർ വരുന്നത്? 27ൻ്റെത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ്. ഇനി 28 പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാ? 48A-യും 51A-യുമാണ് അല്ലെ. 2ഉം 3ഉമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 29 ഓഫീസുകളിൽ നിന്ന് 29ാമത്തെ ചോദ്യം, ഓഫീസുകളിൽ നിന്ന് സ്പീക്കർ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1 സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്. 2 ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ 2 ഭൂരിപക്ഷം ആവശ്യമാണ്. 3ാമത്തത് പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടതാണ്. ഇതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഏതാ? ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം മാത്രമേ എന്തുള്ളൂ ശരിയായ പ്രസ്താവനകൾ. 30 106ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ ഏതൊക്കെയാണ്? ഏതാ? 1ഉം 2ഉമാണ് കേട്ടോ. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A-യും അതുപോലെ ആർട്ടിക്കിൾ 330A-യിലും 332A-യിലും എന്തുണ്ട് ഉൾപ്പെടുത്തലും നടത്തിയിട്ടുണ്ട്. 31ാമത്തെ ചോദ്യം, 2023 വിംബിൾഡൺ വിജയം നേടിയത് ആരായിരുന്നു? കാർലോസ് അൽക്കാരസ് ആണല്ലോ. ഓപ്ഷൻ ബി കാർലോസ് അൽക്കാരസ്. 32 ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതായിരുന്നു?
അഗ്നിസാക്ഷി അല്ലേ, അഗ്നിസാക്ഷിയാണ്. ഓപ്ഷൻ സി അഗ്നിസാക്ഷി. 33 ഓസ്കാർ നേടിയ ആദ്യത്തെ മലയാളി ആരാ? മലയാളി റസൂൽ പൂക്കുട്ടിയാണ്. 34 ഏകദിന ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടിയിട്ടുണ്ടായിരുന്നു? 18,426 കേട്ടോ. 18,426. 35 കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരായിരുന്നു? എസ്.എൽ. പുരം സദാനന്ദനാണ്. ഓപ്ഷൻ സി എസ്.എൽ. പുരം സദാനന്ദൻ. 36 ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരായിരുന്നു? എസ് ഗുപ്തൻ നായരാണല്ലോ. ഓപ്ഷൻ എ എസ് ഗുപ്തൻ നായർ. 37 കുമാരനാശാൻ അന്തരിച്ച വർഷം ഏതാ? 1924. 38 കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരായിരുന്നു? ജി അരവിന്ദനാണ്. ജി അരവിന്ദൻ. 39 2022 ഫിഫ ലോകകപ്പിൽ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? ലയണൽ സ്കലോനിയാണ്. 40 കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാ? മലപ്പുറം ജില്ലയിലാണ്. ഓപ്ഷൻ ബി മലപ്പുറം ജില്ലയിലാണ്. 47 താഴെ പറഞ്ഞ പൊരുത്തപ്പെടുത്ത, അതായത് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ വരിക. 42 കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് CPU വേഗത്തിലാക്കാനുള്ള പ്രോസസ്സിങ്ങിനായിട്ട് പതിവായിട്ട് ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായിട്ട് സംഭരിക്കുന്ന സപ്ലിമെൻ്ററി മെമ്മറി സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ ക്യാഷെ മെമ്മറിയാണ്. ഓപ്ഷൻ സി ക്യാഷെ മെമ്മറി. 43 ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃനാമങ്ങൾ, അതുപോലെ പാസ്വേഡുകൾ മുതലായവ പോലെ സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ് നമ്മൾ പറയുന്നത് വെബ് ജാക്കിംഗ് ആണ്. ഓപ്ഷൻ സി വെബ് ജാക്കിംഗ്. 44 സ്വതന്ത്രമായിട്ട് ആക്സസ് ചെയ്യാനും അതുപോലെ പരിഷ്കരിക്കാനുമുള്ള ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ നമ്മൾ പറയുന്നത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്താണ്? ഓപ്ഷൻ ഡി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നാണ്. 45 ലാറി പേജും സർജി ബ്രിനും ചേർന്ന് സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ഗൂഗിൾ ആണ്. 46 താഴെ പറയുന്നതിൽ 2018 ആരംഭിച്ചതെന്ന് വെച്ചാൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 47 താഴെ പറയുന്നതിൽ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയുടെ വൈദ്യുതോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന രീതിയിൽ ക്രമീകരിക്കുക. ഇതിന് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി സൗരോർജം, കാറ്റ് ശക്തി, അതുപോലെ ബയോമാസ്. ഇനി 48ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത്? ഓപ്ഷൻ ബി IXP ആണ്. ഇത് നാസയുടേതാണ് കേട്ടോ. IXP നാസയുടേതാണ്. 49 ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3, 4 എന്നതാണ് ഇതിന് ആൻസർ. ഇനി 50ാമത്തെ ചോദ്യം, സൂര്യഭൗമ വ്യവസ്ഥയുടെ ലാഗ്രാഞ്ച് പോയിന്റ്, അതായത് ആദ്യത്തെ L1ന്റെ ദൂരം എത്രയാണ്? സൗര്യഭൗമ വ്യത്യാസം എത്രയാണ്? ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ്. ഇനി 50 GK ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ബാക്കി വരുന്നത് ഇംഗ്ലീഷ്, മലയാളം, മാത്സിലെ ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. അപ്പോൾ ഇനി മാത്സിലെ ക്വസ്റ്റ്യനാണ്. 51ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, അതിൻ്റെ ആൻസർ മാത്രം പറഞ്ഞു പോവാം. 51 ഓപ്ഷൻ ബി 15 കിലോമീറ്റർ ആണ്. 52 ഓപ്ഷൻ എ ആണ്. 52 ഓപ്ഷൻ എ ആണ്. 53 ഓപ്ഷൻ സി ഞായറാണ്. ഓപ്ഷൻ സി ഞായർ. 54ാമത്തെ ചോദ്യം, ഓപ്ഷൻ ഡി കൊച്ചുമകളാണ്. ഓപ്ഷൻ ഡി കൊച്ചുമകൾ. 55ൻ്റെ ആൻസർ 55 ഓപ്ഷൻ ഡി 22. 56 ഓപ്ഷൻ സി 56. 56ൻ്റെ ആൻസർ ഓപ്ഷൻ സി 56. 57ൻ്റെ ആൻസർ ഓപ്ഷൻ എ 40 ഡിഗ്രിയാണ്. 58ാമത്തെ ആൻസർ 58 ഓപ്ഷൻ സി 10 മണി AM ആണ് കേട്ടോ. ഓപ്ഷൻ സി 10 മണി AM. 59ാമത്തെ ചോദ്യം, ഓപ്ഷൻ ബി 10 ആണ്. 60ാമത്തെ ചോദ്യം, 60ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 780. 61ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 15ഉം 25ഉമാണ്. 62ാമത്തെ ആൻസർ
ഓപ്ഷൻ സി 36 63 ഓപ്ഷൻ ബി ആണ് 16 2/3 എന്നുള്ളതാണ്. 64ാമത്തെ ആൻസർ 64 ഓപ്ഷൻ ബി 8 65ൻ്റെ ആൻസർ വരുന്നത് 65 ഓപ്ഷൻ സി 73 66ൻ്റെ ആൻസർ 75 സി ആണ് 73 66 ഓപ്ഷൻ എ 1980 സെൻറ്റിമീറ്റർ ആണ്. 67ൻ്റെ ആൻസർ വരുന്നത് 67 ഓപ്ഷൻ ബി 1/20 ആണ് കേട്ടോ. 68ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 2 ആണ്. 69ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് 2500. 70ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 0 ആണ്. ഇത്രയാണ് മാത്സിലെ ക്വസ്റ്റ്യൻസ്. ഇനി ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ ആൻസർ വരുന്നത് ഇംഗ്ലീഷ് 71ന് ആൻസർ ഓപ്ഷൻ ഡി അഡ്വേർബ് ആണ് കേട്ടോ. അഡ്വേർബ്. 72ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് സെക്കൻഡ് ആൻഡ് തേർഡ് എന്ന് വരുന്നത്. 73 ഐഡൻറ്റിഫൈ ദി സെൻറ്റൻസ് വിത്ത് ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. ദ ടീച്ചർ ഇൻസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദി അസൈൻമെൻറ്റ് എന്നുള്ളത് തെറ്റാണ്. ഇനി 74ന് ആൻസർ ഇല്ല കേട്ടോ. ചിലപ്പം നൺ ഓഫ് ദി എബോവ് വരാൻ സാധ്യതയുണ്ട്, അല്ലാതെ അതിനൊരു ആൻസർ കാണുന്നില്ല. 75ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് 75ൻ്റെ ആൻസർ വരുന്നത്. 76ാമത്തെ ചോദ്യം. 76നും ഒരു വ്യക്തമായൊരു ആൻസർ ഇല്ല. അതുപോലെ 77ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഐ ആം ഗോയിങ് ടു ദ മാൾ എന്നുള്ളതാണ്. 78 ഓപ്ഷൻ എ അൺകംഫർട്ടബിൾ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 79ൻ്റെ ആൻസർ ഓപ്ഷൻ എ ഹി ഗേവ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ് എന്നുള്ളതാണ്. ഇനി 80 ഐഡൻറ്റിഫൈ ദി സെൻറ്റൻസ് ദ കറക്റ്റ് യൂസേജ് ഓഫ് ദ ജെറണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 80ൻ്റെ ആൻസർ വരുന്നത് 80 ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ജെറണ്ടിൽ ING ഫോം എന്തായാലും പറഞ്ഞു അല്ലേ. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ. 81ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. വെർബോസിറ്റി ആണ്. ഓപ്ഷൻ എ വെർബോസിറ്റി. 82ൻ്റെ ആൻസർ വരുന്നത് 82ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഷീ സെഡ് വുഡ് നോട്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദി മീറ്റിംഗ് എന്നുള്ളതാണ്. 83ാമത്തെ ചോദ്യം. ഐഡൻറ്റിഫൈ ദി സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ദ മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ. ഏതാ ഇതിന് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ദ സ്റ്റാലിയൻ ആൻഡ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത് എന്നുള്ളതാണ്. ഇനി 84ാമത്തെ ചോദ്യം. സെലക്ട് ദി സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ദ വേർഡ്സ്. ഏതാ? ഓപ്ഷൻ ബി ദ നൈറ്റ് റോഡ് ഹിസ് ഹോഴ്സ് ഇൻ ടു ദ സൺസെറ്റ് എന്നുള്ളതാണ്. ഇനി 85ാമത്തെ ചോദ്യം. വിച്ച് സെൻറ്റൻസ് യൂസ് ദ കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാ? ഇതിനും ഒരു ആൻസർ കാണുന്നില്ല കേട്ടോ. ഇത് ചിലപ്പം ക്യാൻസൽ ആകാൻ സാധ്യതയുണ്ട്. 86ാമത്തെ ചോദ്യം. വാട്ട് ഡസ് ദ ഇഡിയം ടു സ്പിൽ ദി ബീൻസ് എന്താ ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ടു റിവീൽ എ സീക്രട്ട് എന്നുള്ളതാണ്. ഇനി 87. ചൂസ് ദി കറക്റ്റ് സെൻറ്റൻസ് വിത്ത് ദ പ്രോപ്പർ യൂസേജ് ഓഫ് ദ വേർബ്. ഏതാ? ഓപ്ഷൻ ബി ആണ്. ദ ചൈൽഡ് ഫെൽ അസ്ലീപ് ഡ്യൂറിങ് ദ മൂവി എന്നുള്ളതാണ്. 88. റബേക്ക റെയർലി ഈറ്റ്സ് സ്വീറ്റ്. എന്താ ആൻസർ വരിക? ഓപ്ഷൻ എ ആണ്. ഡസ് ഷീ ആണ്. 89. വാട്ട് ടേം ഡിസ്ക്രൈബ് ദി ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്ട്രീമിനേഷൻ ഓഫ് എ പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ്. എന്താ ആൻസർ വരിക? 89. ഓപ്ഷൻ ബി ആണ്. ജെനോസൈഡ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 90 ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. കെയർഫുൾ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ. ഇനി മലയാളത്തിലെ ചോദ്യങ്ങളാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, ഏതാ? വിദ്യുത് ശക്തി എന്നെങ്ങനെ എഴുതുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി ആണ് വിദ്യുത് ശക്തി. 92 എന്താ വരിക? ഓപ്ഷൻ
എ അല്ലേ വരും അല്ലേ? 100%. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി. ഇനി 93ൻ്റെ ആൻസർ ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൽ ശരിയായ പരിഭാഷ ഏതാണ്? എനിക്ക് തലവേദനയുണ്ട്. എന്താ ഇതിൻ്റെ പരിഭാഷ വരിക? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. ഐ ആം സഫറിങ് ഫ്രം ദി ഹെഡ് ഏക്ക്. ഓപ്ഷൻ ഡി ആണ്. 94 അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപ്പദം എന്തായിരുന്നു? ജിജ്ഞാസയാണ് അല്ലേ? ഓപ്ഷൻ എ ജിജ്ഞാസ. 95ാമത്തെ ചോദ്യം, പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം താഴെ തന്നിരിക്കുന്നതിൽ ഏതാ? ഓപ്ഷൻ എ നീഡമാണ് കേട്ടോ. ഓപ്ഷൻ എ നീഡമാണ്. ഓപ്ഷൻ എ നീഡമാണ്. 96 ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. വാക്ക് പ്ലസ് വാദം എന്താ വരിക? വാഗ്വാദം അല്ലേ? വാഗ്വാദം. ഏതാ? ഓപ്ഷൻ സി ആണ് വാഗ്വാദം. 97 അമരം എന്ന പദത്തിന്റെ വിപരീത പദം എന്താ? അണിയമാണ്. 98 ചുവടെ തന്നിരിക്കുന്നതിൽ പഴഞ്ചൊല്ല് ഏതാന്ന് കണ്ടെത്തുക. എന്താ? ഓപ്ഷൻ എ അധികമായാൽ അമൃതവും വിഷം എന്നുള്ളതാണ്. 99 ശരിയുത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. താ വഴി. എന്താ? തായി പ്ലസ് വഴി എന്നുള്ളതാണ് കേട്ടോ. തായി പ്ലസ് വഴി എന്നുള്ളതാണ്. 100ാമത്തെ ചോദ്യം, പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. ഏതാ? ഓപ്ഷൻ ബി ഏകവചനമാണ് കേട്ടോ. പെങ്ങൾ എന്ന വാക്ക് ഏതാ? ഏകവചനമാണ്.